അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുضില്ല ലഹു വമൻ യുض്ലിൽഹു ഫലാ ഹാദിയ ലഹു وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിക്കണേ എന്ന് ആദ്യമേ ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ അത്യപാരമായ അനുഗ്രഹത്താൽ ഒരു ഈദുൽ അദ്ഹയ്ക്ക് കൂടി നമ്മൾ ഈ ഒരു ഈദ്ഗാഹിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. റഹ്മാനായ റബ്ബ് എല്ലാവിധ നിഅമത്തും ബർക്കത്തും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരു സന്ദർഭത്തിൽ ഹൃദ്യമായ ഈദ് ആശംസകൾ നേരുകയാണ്. ദുൽഹജ്ജ് മാസത്തിൻ്റെ പുണ്യം, അതിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അധ്വാനിച്ചവരാണ്, ഇബാദത്തുകളിൽ മുഴുകിയവരാണ്, തഹ്മീദും തഹ്ലീലും തക്ബീറുമൊക്കെ അധികരിപ്പിച്ചവരാണ് നമ്മൾ. അതിൻ്റെ നന്മ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് പരസ്പരം ഷെയർ ചെയ്യാൻ പ്രാർത്ഥനകളാണുള്ളത്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. ഈ ഒരു സുദിനത്തിൽ പരസ്പരം ആ ദുആ പ്രാർത്ഥന കൈമാറിക്കൊണ്ട് ഈ സന്തോഷത്തിൽ പങ്കെടുക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, ലക്ഷോപലക്ഷം ഹാജിമാർ ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ ഏകദേശം പൂർത്തിയാക്കി അവരൊക്കെ സുരക്ഷിതരായിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അപകടങ്ങളൊന്നും നമ്മൾ അറിഞ്ഞില്ല. പൂർണ്ണമായി സുരക്ഷിതരായി നാട്ടിലേക്ക് നമ്മിലേക്ക് എത്തിച്ചേരാനുള്ള തൗഫീഖ് നമ്മുടെ ഹാജിമാർക്കൊക്കെ അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമുക്കും ഒരു ഹജ്ജിനുള്ള റഹ്മത്ത് അള്ളാഹു നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, ഈ ബലിപെരുന്നാളിന് ചില പ്രത്യേകതകളുണ്ട്. അതിലൊരു പ്രത്യേകത, ഏതൊരു മനുഷ്യനും ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ നിർബന്ധമായും ഓർത്തിരിക്കണം എന്നതാണ്. ഏതൊരാളും, ഒരു മുസ്ലിമായ മനുഷ്യൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ കുറിച്ച് കേൾക്കുകയോ അറിയുകയോ ചെയ്യാത്ത ഒരാളും ഈ ഒരു സന്ദർഭത്തിൽ ഉണ്ടാവുകയില്ല. അത് വിശുദ്ധ ഖുർആനിൻ്റെ ഒരു പ്രവചനത്തിൻ്റെ അത്യത്ഭുതമാണ്. ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസന ഫി ഇബ്രാഹീമ വല്ലദീന മഅഹു എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരിലും ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട് എന്നാണ്. 5000-ൽ പരം വർഷങ്ങളുടെ പാരമ്പര്യം ഈ മാതൃകക്ക് ഉണ്ട് എന്നത് ഖിയാമത്ത് നാൾ ഉണ്ട്, വിചാരണയുണ്ട്, റഹ്മാനായ റബ്ബിൻ്റെ കോടതിയിൽ നമ്മൾ എഴുന്നേറ്റ് നിൽക്കേണ്ടി വരും എന്നതിന് കൂടി തെളിവാണ്. ആ ബോധവും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖിയാമത്ത് നാൾ വരെ ജ്വലിച്ചു നിൽക്കുന്ന ഒരു മാതൃകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിത മാതൃക എന്നതാണ്.
ധാരാളമായി നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഈദ്ഗാഹിൽ അതിലേറ്റവും പ്രധാനപ്പെട്ടതും ഈ കാലഘട്ടത്തിലേറെ പ്രസക്തവുമായ ഒരു കാര്യമാണ് ഇന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് യാതൊരുവിധ സമ്മർദ്ദങ്ങൾക്കും, നമ്മൾ പറയാറുണ്ടല്ലോ ഒരു സോഷ്യൽ പ്രഷർ, യാതൊരുവിധ സമ്മർദ്ദങ്ങൾക്കും കീഴടങ്ങാത്ത അല്ലെങ്കിൽ കീഴ്പ്പെടാത്ത ഒരു പ്രവാചകനായിരുന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. സഹോദരങ്ങളെ, ഇന്നത്തെ മുസ്ലിം സമുദായം എന്നത് സമ്മർദ്ദങ്ങളുടെ കൊടുങ്കാറ്റിൽ ആടി ഉലയുകയാണ്. എന്താണ് നിലപാടെന്ന് പോലും പറയാൻ കഴിയാത്ത വിധം അവർ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നത് ഒരു സത്യമാണ്. ചില കാര്യങ്ങൾ ഇങ്ങനെ എണ്ണിപ്പറഞ്ഞാൽ അത് കൂടുതൽ വ്യക്തതയോടുകൂടി നമുക്ക് മനസ്സിലാകും. നോക്കൂ നിങ്ങൾ, മാനസികമായ സമ്മർദ്ദത്തിനും സാമൂഹികമായ സമ്മർദ്ദത്തിനും വിധേയമായിട്ടാണ് നമ്മുടെ മക്കൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിന് നിരക്കാത്ത പലതും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു സമ്മർദ്ദത്തിനും കീഴ്പ്പെട്ടിരുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ മുസ്ലിം ഉമ്മത്തിലെ മക്കളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ സമൂഹം ഉണ്ടാക്കുന്ന എല്ലാവിധ സമ്മർദ്ദങ്ങൾക്കും കീഴ്പ്പെടുന്നു എന്നത് ഒരു വസ്തുതയാണ്. നോക്കൂ നിങ്ങൾ, കേരളത്തിൽ യഥാർത്ഥത്തിൽ 9000-ൽ പരം ആത്മഹത്യകൾ ഈ കഴിഞ്ഞ വർഷം നടന്നു എന്ന്. അതിൽ മഹാഭൂരിപക്ഷം കുട്ടികളായിരുന്നു. നമ്മുടെ ഈ മണ്ണാർക്കാട് താലൂക്ക്, അലനല്ലൂർ പഞ്ചായത്തൊക്കെ എടുത്താൽ അത് നമുക്ക് മനസ്സിലാവും. ഇന്ത്യയിൽ തന്നെ ഏകദേശം 14,488 കുട്ടികൾ മരിച്ചു എന്നാണ് കണക്ക്, ആത്മഹത്യ ചെയ്തു എന്ന്. അപ്പോ എന്തുകൊണ്ട് ഈ ആത്മഹത്യ കൂടുന്നു? നമുക്കൊക്കെ മക്കളുണ്ടല്ലോ. അതിനേറ്റവും വലിയ കാരണം സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന മാനസിക സമ്മർദ്ദവും സാമൂഹികമായ സമ്മർദ്ദവുമാണ്. നോക്കൂ നിങ്ങൾ, തന്നെ ഏറെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഉപേക്ഷിക്കാൻ എന്താണ് പെൺകുട്ടികൾ കാരണമാകുന്നത്? കാമുകന്റെ സമ്മർദ്ദമാണ്. ആ കാമുകൻ ചെലുത്തുന്ന സമ്മർദ്ദത്തിൽ നിന്നാണ് അവൻ തൻ്റെ ഏറെ പ്രിയപ്പെട്ടവരെ ഉപേക്ഷിക്കുന്നത്, ആത്മഹത്യ ചെയ്യുന്നത്. മാത്രമല്ല കരിയർ, ആ കരിയറിന്റെ സമ്മർദ്ദം കൂടിക്കൂടി ഇന്ന് കുട്ടികൾ വിവാഹം വേണ്ടെന്നാണ് പറയുന്നത്. ജോലി വേണം, തനിക്ക് വിദ്യാഭ്യാസം വേണം, തനിക്കൊന്ന് ഒറ്റക്കാലിൽ നിൽക്കണം. ഇത് എവിടുന്നുണ്ടായ സമ്മർദ്ദം? സമൂഹം ചെലുത്തുന്ന സമ്മർദ്ദം. അതിന്റെ അനന്തരഫലം എന്താ? നമ്മുടെ മക്കൾ ജോലി വേണ്ട, വിവാഹം വേണ്ട എന്നിടത്തേക്ക് ഈ സമൂഹം, നമ്മുടെ കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. ഇനി ഫാഷൻ ഇൻഡസ്ട്രി വല്ലാതെ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികളെ. നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? ഒരു ജെൻഡർ ന്യൂട്രൽ വേഷത്തിലേക്ക് ഇന്ന് നമ്മുടെ കുട്ടികൾ പൂർണ്ണമായി മാറിക്കൊണ്ടിരിക്കുന്നു. പൂർണ്ണമായി മാറി. കോസ്മെറ്റിക് സംസ്കാരത്തിൽ അവർ ഊട്ടപ്പെട്ടു. ഇനി അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മുടെ മക്കളെ എങ്ങനെ രക്ഷപ്പെടുത്തും എന്നറിയാത്ത വിധം അതിൻ്റെ ദുരന്തം ഇന്ന് സംസ്കാരമായി വളർന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ വസ്തുത. സഹോദരങ്ങളെ, ഇവിടെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തർബിയത്ത് നൽകി വളർത്തിയ ഇസ്മായിൽ എന്ന ബാലനെ നാം ഇസ്ലാമികമായി നോക്കിക്കാണേണ്ടത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ മകനെ അള്ളാഹുവിന്റെ വഹയു പ്രകാരം തനിക്ക് എങ്ങനെയാണോ വളർത്താൻ സാധിക്കുക, അതേ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് താൻ ജീവിക്കുന്ന സമൂഹത്തിന്റെ സമ്മർദ്ദങ്ങൾക്ക് അതീതമായി വളരെ സുരക്ഷിതമായി ജീവിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥ സൃഷ്ടിച്ചു കൊടുത്തിരുന്നു എന്നതാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു അവസ്ഥ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് എങ്കിൽ, റഹ്മാനായ റബ്ബിൻ്റെ കൽപ്പനയാണ് എങ്കിൽ ജീവൻ വരെ നൽകാൻ ഞാൻ തയ്യാറാണ് എന്നാണ് മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം തന്റെ പിതാവിനോട് പറയുന്നത്. ചരിത്രം നമുക്കറിയാം. ഫലമ്മ ബലഗ മഅഹു അസ്സഅയ്, തന്റെ പിതാവിന്റെ കൂടെ ജോലി ചെയ്യാൻ പ്രായമായൊരു സന്ദർഭം, അധ്വാനിക്കാൻ ഇടപെടാൻ പ്രായമായൊരു സന്ദർഭം, എല്ലാ വിവേകവും ഉദിച്ചു വരുന്ന സന്ദർഭം. ഖാല യാ ബുനയ്യ, പൊന്നു മകനെ എന്ന് വിളിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക, മോനെ ഞാനിതാ സ്വപ്നം കണ്ടിരിക്കുന്നു,
നിന്നെ അറുക്കണമെന്ന്. ഫൻദുർ മാദാ തറാ, നല്ല ചോദ്യമാണ്. നീ എന്നിലേക്കൊന്ന് നോക്ക്, നിന്റെ അഭിപ്രായം എന്താണ്? നീ എന്നിലേക്കൊന്ന് നോക്ക്, നിന്റെ അഭിപ്രായം എന്താണ്? ഖാല യാ അബതി ഇഫ്അൽ മാ തുഅ്മർ, അല്ലയോ പിതാവേ, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതാണ് എങ്കിൽ താങ്കൾ അത് പ്രാവർത്തികമാക്കൂ. സതജിദുനി ഇൻഷാ അല്ലാഹ് മിനസ് സ്വാബിരീൻ, താങ്കൾക്ക് എന്നെ ഏറ്റവും ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ കാണുവാൻ പറ്റുമെന്ന് ആ മകൻ പ്രതിവചിക്കുമ്പോ ബുദ്ധി ഉറക്കാത്ത കുട്ടിയല്ല, ആ സന്ദർഭത്തെയും പ്രായത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഫലമ്മാ ബലഗ മഅഹു അസ്സഈ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ കൂടെ ജോലി ചെയ്യാനും കൂടെ നടക്കാനും അഭിപ്രായം പറയാനുമുള്ള ഒരു സന്ദർഭം എത്തിയ സമയമെന്നാണ്. അവിടെ ഈ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മകന് നൽകിയ പരലോകബോധവും അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവുമാണ് തന്റെ മകൻ ഏറ്റവും വലിയ സമ്മർദ്ദത്തിലേക്ക് തള്ളപ്പെടുന്ന ആ സന്ദർഭത്തിൽ ശരിയായ ദിശ, ശരിയായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കി കൊടുത്തത്. ഇവിടെ എന്നെ കേൾക്കുന്ന എന്റെ സഹോദരങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ മക്കളുടെ മതപരമായ അറിവ്, മതപരമായ വിഷയത്തിൽ നാം കൈക്കൊണ്ടിട്ടുള്ള നിലപാട് ശരിയാണോ തെറ്റാണോ എന്ന് ആലോചിക്കണം. മദ്രസ വിദ്യാഭ്യാസത്തിൽ, തുടർ പഠന മേഖലകളിൽ അവർ ദീനിയായ അന്തരീക്ഷത്തിൽ ജീവിക്കണം എന്ന ആഗ്രഹത്തിൽ നാം കാലിടറിപ്പോയിട്ടുണ്ടോ എന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് മനസ്സിൽ തട്ടി ഈ തക്ബീർ മുഴക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു സമ്മർദ്ദത്തിനും വിധേയമായി ജീവിച്ചവനായിരുന്നില്ല എന്ന സന്ദേശം നമുക്ക് ലഭിക്കുന്നത്. രണ്ടാമത് ഒന്നുകൂടി വിശദീകരിക്കാം. നമ്മുടെ സ്ത്രീകളെ കുറിച്ചൊന്ന് ചിന്തിക്കൂ. അവർ സമ്മർദ്ദത്തിന് വിധേയമായിട്ടാണ് ഇസ്ലാമിനെ നിരക്കാത്ത പലതും ചെയ്യുന്നത്. നോക്കൂ നിങ്ങൾ, ഗൾഫിന്റെ ഒരു യുദ്ധ സാഹചര്യമുണ്ട് ഇപ്പോ. അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. ഈ ഒരു സാഹചര്യത്തിൽ വരവ് കുറഞ്ഞപ്പോൾ അവരുടെ സ്ഥിതി മനസ്സിലാക്കാൻ സാധിക്കാത്ത സ്ത്രീകളാണ്. വല്ലാത്ത സമ്മർദ്ദം നമുക്ക് ലഭിക്കുന്നുണ്ട്. പലരും വിളിച്ചു പറയുന്നുണ്ട്, എന്ത് ചെയ്യും, പണ്ടത്തെ പോലെ ശമ്പളം കിട്ടുന്നില്ല, കടകളൊക്കെ പൂട്ടിപ്പോയി, നാട്ടിൽ നിന്ന് തിരിച്ചു വന്നാൽ തിരിച്ചിവിടെ തന്നെ വന്ന് ഇത് തുടങ്ങാൻ പറ്റുമോ എന്നറിയില്ല. പക്ഷേ മക്കൾക്ക് മനസ്സിലാകുന്നില്ല, ഭാര്യക്ക് മനസ്സിലാകുന്നില്ല, പൊട്ടിക്കരയുന്നു സഹോദരങ്ങളെ. ഈ ഒരു സന്ദർഭം എങ്ങനെയാണ് ഉണ്ടായത്? ഇതൊരു കാരണം മാത്രം. മറ്റു പല സന്ദർഭങ്ങൾക്ക് വിധേയമായി കൊണ്ടാണ് താൻ പ്രസവിച്ച ആളുകൾക്ക് മുമ്പിൽ കരാറ് ചെയ്ത് ഭർത്താവിനെ സ്വീകരിച്ച് കുടുംബജീവിതം നയിച്ച് 1ഉം 2ഉം മക്കളായി ആരോ പറഞ്ഞ വാക്ക് കേട്ട് കാമുകന്റെ വാക്കുകൾക്ക് പിന്നാലെ സമ്മർദ്ദത്തിൽ അകപ്പെട്ട് എല്ലാം ഉപേക്ഷിച്ച് ഒന്നുമല്ലാതായി തീരുന്ന സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. പലവിധ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി കുട്ടികളെ വരെ കൊന്ന് ആത്മഹത്യ ചെയ്യുന്ന കുടുംബങ്ങൾ ഉണ്ടായിത്തീരുന്നു. മറ്റുള്ളവരുടെ കൂടെ ഇറങ്ങിപ്പോകുന്നു. അവിഹിത ഗർഭം ജനിക്കുന്ന കുട്ടികളെ, നവജാത ശിശുക്കളെ ഉപേക്ഷിക്കുന്നു. അവിഹിത ഗർഭങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ പറയുമ്പോൾ മത ഉപദേശങ്ങളെ പരിഹസിക്കുന്ന സ്ത്രീകളും പെൺമക്കളും ഉണ്ടാകുന്നു. ഇവിടെയാണ് ഹാജറ ബീവി എന്ന ഭാര്യയും ഹാജറ ബീവി എന്ന മാതാവും നമുക്ക് മാതൃകയാകുന്നത്. നോക്കൂ നിങ്ങൾ, ഏറ്റവും വലിയ സമ്മർദ്ദമായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആരുമില്ലാത്ത മരുഭൂമിയിൽ ആ മാതാവിനെയും മകനെയും ഉപേക്ഷിക്കുന്നത്. അവിടെ വെള്ളമില്ല, ഭക്ഷണമില്ല, അയൽവാസികളില്ല, തണലില്ല, മരുഭൂമി മാത്രം. തന്റെ കയ്യിൽ കുറച്ചു വെള്ളം, ഏതാനും ഭക്ഷണം മാത്രമാണ് ഹാജറ ബീവിയുടെ കൈവശമുള്ളത്. തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് കുതിക്കുന്ന, മുന്നോട്ട് വേഗത്തിൽ നടന്നു പോകുന്ന, തന്റെ സങ്കടം പുറത്തു കാണിക്കാൻ കഴിയാതെ വേഗത്തിൽ നടന്നു പോകുന്ന ഒരു പിതാവുണ്ട് അവിടെ, ഇബ്രാഹിം അലൈഹിസ്സലാം. വിളിക്കുന്നുണ്ട് പിന്നിൽ നിന്ന്. വീണ്ടും വീണ്ടും വിളിച്ചപ്പോ തിരിഞ്ഞു നോക്കുകയാണ്. ആ നോക്കുന്ന മാത്രയിൽ ഹാജറ ബീവി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അല്ലാഹു അമറക ബിഹാദാ, അല്ല ഇബ്രാഹിം, താങ്കളോട് അല്ലാഹ് കൽപ്പിച്ചിട്ടാണോ ഞങ്ങളെ രണ്ടുപേരെയും ഇവിടെ ഉപേക്ഷിച്ചു പോകുന്നത്? ആ സമ്മർദ്ദം ഒന്ന് ഓർത്തു നോക്കൂ സഹോദരങ്ങളെ. ആ സന്ദർഭത്തിൽ ഒറ്റ വാക്കിലാണ് ഉത്തരം, നഅം, അതെ അതെ, ഇതല്ല യുളയ്യുന. ഒറ്റ മറുപടി ഉള്ളൂ, എങ്കിൽ പേടിക്കണ്ട, നിങ്ങൾ പോയിക്കോ, ഞങ്ങൾക്ക് അല്ലാഹു ഉണ്ട്, അല്ലാഹു ഞങ്ങളെ സംരക്ഷിക്കും, ഞങ്ങളെ കൈവിടുകയില്ല. ഈ ഒരു വിശ്വാസം സഹോദരങ്ങളെ, ഈ ഒരു പവിത്രമായ ചിന്ത നമ്മുടെ ജീവിതത്തിൽ, എനിക്ക് എല്ലാം തകർന്നു പോകുമ്പോൾ, എല്ലാം ഉണ്ടാകുമ്പോൾ എന്നെ സംരക്ഷിക്കുന്ന റഹ്മാനായ റബ്ബുണ്ട് എന്നും
ആ റബ്ബിന്റെ കൽപ്പനക്കനുസരിച്ചാണ് ഞാൻ ജീവിക്കേണ്ടത് എന്നും എന്റെ ഈ ജീവിതത്തിന് മഹത്തായ പ്രതിഫലം നാളെ മരണാനന്തരം പരലോകത്ത് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുമുള്ള ദൃഢബോധ്യമുണ്ടാകുമ്പോ ഏതേത് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും ഏതേത് പ്രലോഭനങ്ങൾക്ക് മുമ്പിലും പിടിച്ചു നിൽക്കാൻ ഇല്ല, ഞാൻ എന്റെ റഹ്മാനായ റബ്ബിന്റെ കൽപ്പനക്ക് വിരുദ്ധമായി ഒന്നും ചെയ്യുകയില്ലെന്ന ദൃഢബോധ്യമുണ്ടാകാൻ ഹാജറ ബീവി എന്ന മാതാവിനെയും ഹാജറ ബീവി എന്ന ഭാര്യയെയും നമ്മൾ പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട്. മറ്റൊന്നുകൂടി ശ്രദ്ധിക്കൂ സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ കാലം മാറിയിട്ടുണ്ട്, മുസ്ലിം ഉമ്മത്തിന്റെ പ്രകൃതം മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പൊതുപ്രവർത്തകരെ എടുത്ത് പരിശോധിച്ചാൽ, രാഷ്ട്രീയ നേതാക്കന്മാരെ, അതുപോലെ നമ്മുടെ മന്ത്രിമാരെ, ജനപ്രതിനിധികളെ, ഞങ്ങൾ സോഷ്യൽ ലീഡേഴ്സ് ആണ് എന്ന് പറയുന്നവരെ ഒന്ന് പരിശോധിച്ചാൽ ചില കാര്യങ്ങൾ കൂടി നമുക്ക് വ്യക്തമാകും. എന്താണെന്നറിയോ? ഇവിടെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, മതേതരത്വം തെളിയിക്കാൻ മറ്റു മതങ്ങളുടെ വിശ്വാസം എടുത്തണയുന്ന മുസ്ലിം നേതൃത്വത്തെ നമുക്ക് കാണുവാൻ പറ്റും. വല്ലാത്ത അപകടമാണത്. നോക്കൂ നിങ്ങൾ, വിഷുക്കണി കാണാൻ പുറപ്പെടേണ്ടുന്ന ഒരു സാഹചര്യം ഇന്ന് ഈ സമൂഹത്തിൽ എപ്പോഴാണ്ടായേ? അതുണ്ടായിക്കൊണ്ടിരിക്കുന്നു. നിലവിളക്ക് കൊളുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒരു സ്ഥാനാർത്ഥിയായാൽ എല്ലാ ആരാധനാമൂർത്തികളെയും വണങ്ങേണ്ടതാണ് എന്നൊരു ചിന്തയിലേക്ക് എത്തിയിരിക്കുന്നു. ഞാനൊരു മുസ്ലിം അല്ലെന്ന് തോന്നിപ്പിക്കാൻ എന്തെല്ലാം ചെയ്യണമെന്ന് ഗവേഷണം നടത്തുന്ന മുസ്ലിമീങ്ങളായി മുസ്ലിം സമുദായത്തിന് നേതൃത്വം മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ പറയും, അതിന് ന്യായം പറയും, നമ്മൾ ഇസ്ലാമിക രാജ്യത്തല്ലല്ലോ ജീവിക്കുന്നത് എന്ന ന്യായ. ഇസ്ലാമിക രാജ്യത്തല്ല ജീവിക്കുന്നത്, അതുകൊണ്ട് മുസ്ലിം എന്ന ഐഡന്റിറ്റി തന്നെ എനിക്ക് വേണ്ടെന്ന് വെക്കുന്നിടത്ത് ഈ മുസ്ലിം ഉമ്മത്തിന്റെ ലീഡർഷിപ്പ് അല്ലെങ്കിൽ നമ്മുടെ സാമൂഹികമായ ലീഡർഷിപ്പ് എത്തുന്നു എന്നത് ഏറ്റവും വലിയ ദുഷ്കരമായ ചിന്തയായി നമ്മൾ കാണണം. എന്നാൽ നോക്കൂ നിങ്ങൾ, അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്ക് വലിയൊരു പാഠം നൽകുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനിച്ചത് ഒരു ഇസ്ലാമിക രാജ്യത്തല്ല. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനിച്ചതും വളർന്നതും ജീവിച്ചതും അനിസ്ലാമിക രാജ്യത്താണ്. എന്നിട്ടും ഒറ്റയാൾ പട്ടാളമായി അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കാൻ, അള്ളാഹുവിന്റെ തൗഹീദ് അനുസരിച്ച് ജീവിക്കാൻ ആ പ്രവാചകൻ ഉറച്ചു നിന്നു എന്നതാണ്. നോക്കൂ നിങ്ങൾ, പിതാവിന്റെ സമ്മർദ്ദത്തിന് കീഴടങ്ങിയിട്ടില്ല, ഭരണകൂടത്തിന്റെ സമ്മർദ്ദത്തിന് കീഴടങ്ങിയിട്ടില്ല. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് പിതാവ് ചോദിക്കുന്നുണ്ട്, ഖാല അറാഗിബുൻ അൻത അൻ ആലിഹത്തി യാ ഇബ്രാഹിം, അല്ലയോ ഇബ്രാഹിം, നീ നിന്റെ ആരാധ്യ വസ്തുക്കളെ നീ ഉപേക്ഷ ചെയ്യുകയാണോ? ആരാധ്യന്മാരെ ഉപേക്ഷിക്കുകയാണോ? എങ്കിൽ ഇല്ലം തൻതഹീല അർജുമന്നക്, നിന്നെ ഞാൻ ആട്ടിയിറക്കുമെന്നാണ്. നിന്നെ ഞാൻ എന്റെ എല്ലാവിധ സുരക്ഷിതത്വത്തിൽ നിന്ന് ഉപേക്ഷിക്കും. വഹ്ജുർനി മലിയ, നീ എന്നിൽ നിന്ന് വിട്ടകന്നു പോയെന്ന് ആ പിതാവ് ആട്ടിയിറക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, അവിടെ സമ്മർദ്ദത്തെ സമാശ്വാസമായി കാണുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വന്തം പിതാവിനോട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഖാല സലാമുൻ അലൈക്, അല്ലയോ പിതാവേ, താങ്കൾക്ക് സമാധാനം ഉണ്ടാവട്ടെ. സഅസ്തഗ്ഫിറു ലക റബ്ബി, ഞാൻ എന്റെ രക്ഷിതാവിനോട് താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഇസ്തിഗ്ഫാറിനെ ചോദിക്കും. ഇന്നഹു കാന ബി ഹഫിയ, അല്ലാഹു എന്നോട് ഏറെ ദയയുള്ളവനാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പഠിപ്പിക്കുന്നുണ്ട്. അവിടെ നമ്മുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കണം. സമുദായമേ, സമൂഹമേ, നമ്മൾ ഈ ഒരു ഈദ്ഗാഹിൽ ഒരുമിച്ച് കൂടുമ്പോൾ ചിന്തിക്കേണ്ട വിഷയമാണ്. അള്ളാഹിന്റെ റസൂല് നമുക്ക് താക്കീത് നൽകിയ വിഷയത്തെ നമ്മൾ ഭയപ്പെടണം. ലാ തഖൂമു സ്സാഅ, ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല. ഹത്താ തൽഹഖ ഖബായില മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ, എന്റെ ഉമ്മത്ത് മുശ്രിക്കീങ്ങളോടൊപ്പം ഖബായില മിൻ ഉമ്മത്തി, അവരോട് അവർ അണിചേരാതെ, അവരോട് ഇഴുകിച്ചേരാതെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല എന്ന് മുശ്രിക്കീങ്ങളോട് താദാത്മ്യം പാലിക്കുന്ന ഒരു കാലഘട്ടം എന്റെ ഉമ്മത്തിന് വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദീർഘവീക്ഷണം നൽകിയിട്ടുണ്ട്. എങ്കിൽ വിശ്വാസികളെ, ഈ ഈദ്ഗാഹിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് മനസ്സിൽ തട്ടി പറയുന്നുണ്ട് എങ്കിൽ ഈ ശിർക്കിന് നമ്മൾ ഭയപ്പെടണം. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, തഅബുദു ഖബായില മിൻ ഉമ്മത്തി അൽ ഔസാൻ, എന്റെ ഉമ്മത്ത് വിഗ്രഹങ്ങൾ ആരാധിക്കും. മുസ്ലിം എന്ന് പറഞ്ഞ്, ഇസ്ലാം എന്ന് പറഞ്ഞ്, ഖുർആൻ എന്ന് പറഞ്ഞ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് പറഞ്ഞ് ബിംബാരാധകരായി മാറുമെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം.
ഇന്ന് സമൂഹത്തിൽ സംഭവിക്കുന്നുണ്ടോ? നമ്മുടെ ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? റസൂലുള്ളാഹി പറഞ്ഞു, ലതത്തബഉന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്റിൻ വദിറാഅൻ ബിദിറാഇൻ. ചാണിന് ചാണായി മുഴത്തിന് മുഴമായി അന്യ സമുദായത്തിന്റെ ആശയങ്ങൾ, ആദർശങ്ങൾ, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ പിൻപറ്റുന്ന ഒരു ഉമ്മത്തായി എന്റെ ഉമ്മത്ത് മാറുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതുകൊണ്ട് വിശ്വാസികളെ, ജീവിതത്തിൽ ഉണ്ടാകുന്ന, സാമൂഹിക പശ്ചാത്തലത്തിലുണ്ടാകുന്ന കാഴ്ചപ്പാടുകൾ, ആ സമ്മർദ്ദങ്ങൾ നമ്മെ വിഴുങ്ങിക്കൂടാ, നമ്മെ സമ്മർദ്ദത്തിലാക്കിക്കൂടാ. എന്തേ ഇങ്ങനെ എന്ന് പറഞ്ഞുകൂടാ. എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ആദർശം ഇന്നങ്ങോട്ട് പറഞ്ഞാലോ, അന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അനുഭവിച്ച, നേരിട്ടതെല്ലാം ഇന്നും നേരിടേണ്ടി വരും. അപ്പോഴേ നമ്മൾ മില്ലത്തിലാകൂ. അതിന്റെ ലക്ഷണങ്ങൾ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് സഹോദരങ്ങളെ, ഇസ്ലാം മാത്രമാണ് ശരി എന്ന് പറയരുത് എന്നാണ് തിട്ടൂരം. അവസാന വേദഗ്രന്ഥമാണ് സത്യമെന്ന് പറയാൻ പാടില്ല. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറയാൻ പാടില്ല. അത് പറഞ്ഞാൽ അവൻ ഈ സമൂഹത്തെ തിരിച്ചറിയാത്തവനായി, തൗഹീദ് പറഞ്ഞാൽ കുഴപ്പക്കാരനായി, അനുഷ്ഠാന തീവ്രതയുള്ളവനായി, അക്ഷരപൂജകനായി, ബഹുസ്വരത അറിയാത്തവനായി, മതേതരത്വം മനസ്സിലാക്കാത്തവനായി, എടുത്തുചാട്ടക്കാരനായി, സൗഹാർദ്ദത്തിൽ കത്തിവെച്ചവനായി, അപരമത വിദ്വേഷം പ്രചരിപ്പിച്ചവനായി അല്ല, അവൻ ചീത്ത മുസ്ലിമായി. അല്ലേ? ഇന്ന് സമൂഹത്തിന്റെ ചിത്രം അതല്ലേ? ചീത്ത മുസ്ലിമുണ്ട്, നല്ല മുസ്ലിമുണ്ട്. നിങ്ങൾ വിചാരിക്കും 5 നേരം പള്ളി പോണവനാണ് നല്ല മുസ്ലിം. അല്ല. ഇന്ന് സൊസൈറ്റിയുടെ ഏറ്റവും വലിയ വീക്ഷണം എന്ന് പറയുന്നത് എല്ലാറ്റിലും കൂടിയാടുന്ന ബാറിലും പൂരപ്പറമ്പിലും അതോടൊപ്പം പള്ളിയിലും അതുപോലെ സിനിമയിലും അഭിനയത്തിലും അതുപോലെ എല്ലാ തെമ്മാടിത്തരത്തിലും മ്യൂസിക്കിലും ഡാൻസിലും ഒക്കെ കൂടിയാടി അതിന്റെ കൂടെ ജീവിക്കുന്നവനാണ് യഥാർത്ഥ മുസ്ലിം. അല്ല, 5 നേരം നിസ്കരിച്ച് പള്ളിയിൽ പോയി സമൂഹത്തിലെ എല്ലാ നന്മകളിലും കൂടെ നിന്ന് അയൽവാസിയെ സ്നേഹിച്ച് മാതാപിതാക്കൾക്ക് വേണ്ടത് ചെയ്തു കൊടുത്ത് മക്കൾക്ക് ദീനിയായ കാഴ്ചപ്പാടുണ്ടാക്കി നല്ല ഹലാലായ കച്ചവടം, ഹലാലായ ജോലി ചെയ്ത് നല്ല മനുഷ്യനായി ജീവിക്കുന്നവൻ ഇന്ന് സമൂഹത്തിൽ ചീത്ത മുസ്ലിമാണ് എന്ന് അറിയപ്പെടുന്നു. എന്താ കാരണം എന്നറിയോ? എന്നിട്ടും ഈ സമൂഹത്തിന് ഈ സമ്മർദ്ദത്തിന്റെ കൂടെ ജീവിക്കാനാ താല്പര്യം. എന്നാൽ കേട്ടോ, ഈ തെറ്റുകൾ തിരുത്തിയാൽ ഒറ്റപ്പെടുമെന്ന ഭീതി ആർക്കും വേണ്ട. അതിനും ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്ക് മാതൃകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്മെ പഠിപ്പിക്കുന്നു. നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തെ എന്നും ആളുകൾ ഓർക്കുന്നു ഈ ഒരു തിരുത്തുമായി കടന്നു വന്ന പ്രവാചകൻ. അബ്രഹാമിക് മതങ്ങൾ ഒന്ന് പരിശോധിക്കും നിങ്ങൾ. ആ അബ്രഹാമിക് മതങ്ങളൊക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്നു എന്ന് മാത്രമല്ല, ബഹുമാനിക്കുകയും ആദരിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് ലോക ജനസംഖ്യയിൽ പകുതി വരുന്നത് അബ്രഹാമിക് മതക്കാരാണ്. അല്ലേ? ക്രിസ്ത്യാനികളുണ്ട്, യഹൂദരുണ്ട്, മുസ്ലിമീങ്ങളുണ്ട്. ഒറ്റപ്പെട്ടു പോയോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം? ഇല്ല. കഅബാലയത്തിന്റെ നിർമ്മാണ സമയത്ത് അദ്ദേഹം അള്ളാഹുവിനോട്, പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിക്കുന്നുണ്ട്, നാദാ, ആരുമില്ലാത്ത ഈ മരുഭൂമിയിൽ ഞാൻ ഈ ഒരു കഅബാലയം പടുതുയർത്തിയാൽ ഇവിടെ നിന്ന് വിളിച്ചാൽ ആര് കേൾക്കാനാ? നമ്മളെപ്പോലെ ഒരു മനുഷ്യനല്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ചു. ഉടനെ അള്ളാഹു മറുപടി പറഞ്ഞു, നീ ഇബ്രാഹിം ഹജ്ജിന് വേണ്ടി ജനങ്ങളെ വിളിച്ചേക്കുക. വിദൂരമായ നാടുകളിൽ നിന്ന് മെലിഞ്ഞൊട്ടിയൊട്ടകപ്പുറത്ത് പ്രയാസങ്ങൾ സഹിച്ച് ആളുകൾ വന്നുകൊണ്ടിരിക്കുമെന്നാണ്. അള്ളാഹുവിന്റെ ഈ പ്രഖ്യാപനം ഇന്നലെ മിനിഞ്ഞാന്ന് 4-ാം തീയതി ദുൽഹജ്ജ് 1 മുതലുള്ള ദിനങ്ങൾ കഅബാലയവും പരിസരവും മിനയും അറഫയും മുസ്ദലിഫയും വീഡിയോയിൽ കണ്ട നമ്മൾ കോരിത്തരിച്ചിരുന്നിട്ടില്ലേ? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന വിളിയുമായി വെള്ളവസ്ത്രം ധരിച്ച് ലക്ഷോപലക്ഷം സത്യവിശ്വാസികൾ ചേർന്നിരിക്കുമ്പോ ആരുമില്ലല്ലോ അല്ലാ എന്ന് സങ്കടപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ വിളിക്കാണ് അള്ളാഹു ഉത്തരം നൽകിയത്. അതേ വിളിയാണ് സഹോദരങ്ങളെ, മരിക്കടോ, നീ മരിക്കും. ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റോ? ഇല്ല. അല്ലാഹ് പറഞ്ഞു, ഖിയാമത്ത് നാൾ വരട്ടെ, നീ എഴുന്നേറ്റ് വരും. നീ എഴുന്നേറ്റ് വരും. നിന്റെ കർമ്മങ്ങളുമായി, നിന്റെ വിശ്വാസവുമായി, നിന്റെ ആചാരവുമായി. നീ ആരൊക്കെയാണോ സഹായത്തിന് വിളിച്ചത്
അവരാരും നിന്നെ സഹായിക്കാത്ത, നീ ഒറ്റക്കൊറ്റക്ക് വന്ന് നിന്റെ കർമ്മങ്ങൾ പരിശോധിക്കുന്ന ഒരു ദിനം നിനക്ക് വരാനുണ്ട് എന്ന് ഈ ഹജ്ജ് നമ്മോട് സംസാരിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്മോട് സംസാരിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തെ എതിർത്ത നമ്രൂദ് ഉണ്ടായിരുന്നു, ഒരു രാജ്യത്തെ ഭരണകൂടം ഉണ്ടായിരുന്നു, ആ രാജ്യത്തെ ജനങ്ങളുണ്ടായിരുന്നു. ഇന്ന് വരെ അവരെല്ലാവരും ചവറ്റുകൊട്ടയിലാണ്, അല്ലെ? ആർക്കും വേണ്ടാത്തവരാണ്, എല്ലാവരാലും പരിഹസിക്കപ്പെടുന്നവരാണ്. എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിശ്വാസികളുടെ മാണിക്യ കൊട്ടാരത്തിലെ രത്നമാണെന്ന് മനസ്സിന്റെ ഉള്ളിൽ ഇബ്രാഹിം എന്ന് കേൾക്കുമ്പോൾ അലൈഹിസ്സലാം എന്ന് പറയുന്നവരാണ് നമ്മൾ. അതെ, ഒറ്റപ്പെടുമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ, ദീന ജീവിതത്തിന്റെ വെളിച്ചമാക്കി സ്വീകരിച്ചതിന്റെ പേരിൽ ഒറ്റപ്പെടുകയില്ല. നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്തുകൊണ്ടാണ് ഇങ്ങനെ സാധിച്ചത് എന്ന് പറയുന്നതിന് മുമ്പ് നോക്കൂ നിങ്ങൾ, കോടാനകോടി മുസ്ലിമീങ്ങൾ നമസ്കാരം ആരംഭിക്കുന്നതിന് മുമ്പ്, അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമെ ഓർക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. എന്തുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് ഇത് സാധിച്ചു, നമുക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അതിന് കൂടി ഉത്തരം കണ്ടെത്തണ്ടേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് സാധിച്ചത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ലിയത്മഇന്ന ഖൽബി, മരണാനന്തരം ഒരു ജീവിതം ഉണ്ടോ എന്ന് അള്ളാഹിനോട് ഒരു ചോദ്യം ഉണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക്. എങ്ങനെയാണ് റബ്ബേ മരിച്ചവരെ നീ ജീവിപ്പിക്കുക? ആ ചോദ്യം അങ്ങ് ചോദിച്ചപ്പോ അള്ളാഹ് ചോദിക്കുന്നുണ്ട്, അല്ല ഇബ്രാഹിം, താങ്കൾ അതിൽ വിശ്വസിച്ചില്ലേ? എന്താ ഉത്തരം? അടുത്ത സെക്കൻഡിൽ ബലാ, ഉറപ്പായും അള്ളാഹ് എനിക്ക് വിശ്വാസമുണ്ട്. പിന്നെ എന്തിനാ? ലിയത്മഇന്ന ഖൽബി, എന്റെ ഹൃദയത്തിന് ഒരു ദൃഢത കിട്ടാൻ. നോക്കൂ നിങ്ങൾ, 14 നൂറ്റാണ്ട് മുമ്പ് അവതീർണമായ പരലോകമുണ്ടെന്ന് പറയുന്ന വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ ഒന്ന് കയ്യിലെടുത്ത് എന്റെ ജീവിതത്തിൽ ഈ സമ്മർദ്ദങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, മാനസിക സുരക്ഷിതത്വം ലഭിക്കാൻ, എനിക്കൊന്ന് മാനസിക വികാസത്തോടു കൂടി ജീവിക്കാൻ, എന്റെ മനസ്സിനെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ, എന്റെ ഹറാമുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനകൾ ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് എപ്പോഴെങ്കിലും കയ്യിലെടുക്കാൻ ഈ ഇബ്രാഹിം മില്ലത്തിന്റെ സമുദായത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ തിരക്കുകൾ, നമ്മുടെ ബാധ്യതകൾ, നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ എല്ലാം വർദ്ധിച്ചു വരുമ്പോ മാറ്റിവെക്കാനുള്ളതാണ് വിശുദ്ധ ഖുർആൻ, മാറ്റിവെക്കാനുള്ളതാണ് ദീനീ പഠനം, മാറ്റിവെക്കാനുള്ളതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധ്യം, അല്ലേ? എങ്ങനെ രക്ഷപ്പെടാനാ? ആത്മഹത്യ ചെയ്തുകൊണ്ടേയിരിക്കും. എങ്ങനെ രക്ഷപ്പെടാനാ? ഹറാമുകൾ മുഴുകിക്കൊണ്ടേയിരിക്കും. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. എന്തേ നമുക്ക് ബാധിച്ച രോഗം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുബ്ബുദ് ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്. നിങ്ങൾക്ക് വല്ലാത്ത ദുനിയാവിന്റെ പ്രേമം കൂടിയിരിക്കുന്നു, ദുനിയാവാണ് വലുത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു, അതിനോട് ഇഷ്ടം കൂടിയിരിക്കുന്നു. വകറാഹിയത്തുൽ മൗത്ത്, ഈ ദുനിയാവെന്ന് പോണിനെ കുറിച്ച് നിങ്ങൾക്ക് മടുപ്പാണ്, വെറുപ്പാണ്, നിങ്ങൾ പേടിക്കുന്നു, കറാഹിയത്താണ് നിങ്ങൾക്ക്. എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ മരണത്തെയാണ് പ്രതീക്ഷിക്കുക. കാരണം മരണമാണ് അവന്റെ പ്രതീക്ഷ. നമുക്കോ മരണമാണ് ഭയം. അതുകൊണ്ടാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയാതെ പോയത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ ഏറ്റവും വലിയ ഗുണപാഠം നൽകുന്ന, നാം ജീവിക്കുന്ന സൊസൈറ്റിയിൽ നമുക്ക് ഏറ്റവും സുരക്ഷിതത്വം നൽകുന്ന ഗുണപാഠമാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്ക് നൽകുന്നത്. അതങ്ങ് സ്വീകരിച്ചാൽ ഈ സൊസൈറ്റി ഉണ്ടാക്കുന്ന ഒരു സമ്മർദ്ദവും നമ്മെ ബാധിക്കുകയില്ല. നമ്മൾ മുസ്ലിമായി, മുഅ്മിനായി, മരണഭയത്തോട് കൂടി ജീവിക്കുന്നവർ ആയിത്തീരും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ഈദുൽ അദ്ഹയുടെ ദിനത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം തക്ബീർ ചൊല്ലി അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ദുൽഹജ്ജിന്റെ ബാക്കി ദിനങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഹറാമ മുക്തമായി സുരക്ഷിതമായ ഒരു ജീവിതത്തെ കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടത്. ആഘോഷങ്ങൾ ഒരിക്കലും വഴിവിട്ടുകൂടാ, അത് അതിര് കടന്നുകൂടാ. വളരെ സുരക്ഷിതമായി എന്റെ ആഘോഷം എന്റെ ആരാധനയാണ് എന്ന ചിന്തയോട് കൂടിയാണ് നമ്മൾ പിരിഞ്ഞു പോകേണ്ടത്. മാത്രമല്ല, തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും എന്ന് പറയുമ്പോൾ നാം ചെയ്ത അമലുകൾ അല്ലാഹു സ്വീകരിക്കണമേ എന്ന് ഈ സുദിനത്തിൽ പരസ്പരം ചേർത്ത് പിടിച്ച് പറയാൻ കഴിഞ്ഞാൽ അള്ളാഹു ആ നിമിഷാർദ്ധത്തിൽ നമ്മെ സ്വീകരിക്കുമെന്ന ഉത്തമ ബോധ്യം നമുക്കുണ്ടാവണം. മാത്രമല്ല വിശ്വാസികളെ, നമ്മൾ ബലിയറുക്കാൻ സാക്ഷികളാവണം. ആ സന്ദർഭങ്ങളിൽ നമ്മൾ ഒരുമിച്ച് കൂടണം, കുടുംബ ബന്ധങ്ങൾ ചേർത്ത് വെക്കണം. എല്ലാ കുടുംബങ്ങളും സന്ദർശിക്കുവാനുള്ള ഒരു സുദിനമായി ഇന്നിനെയും നാളെയും അയ്യാമത്തെ ശരീക്കിന്റെ ദിനങ്ങളെയും നമ്മൾ ഉൾക്കൊള്ളണം. അയ്യാമത്തെ ശരീക്കിന്റെ അസ്ർ വരെ തക്ബീറുകൾ ചൊല്ലി അള്ളാഹുവിനോടുള്ള ഇഷ്ടം പ്രഖ്യാപിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഭാര്യമാർ, മക്കൾ, ഭർത്താക്കന്മാർ, നമ്മുടെ സ്നേഹനിധികളായ ആദർശ ബന്ധുക്കൾ എല്ലാവരുടെയും ഖബറിടം
റഹ്മാനായ റബ്ബ് വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ പാപങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന നമ്മുടെ വിശ്വാസിനികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ. സഹോദരങ്ങൾക്ക് അല്ലാഹു റഹ്മത്തും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ കലിമ ചൊല്ലി മരിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അത് മുഖേന അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾക്ക് അള്ളാഹു ഹിദായത്ത് നൽകുമാറാവട്ടെ. ഈ സാമൂഹിക സമ്മർദ്ദങ്ങളിൽ നിന്ന് ഇസ്ലാമിന്റെ സുന്ദരമായ ജീവിതം നയിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന മുസ്ലിം ഉമ്മത്തിന് റഹ്മാനായ റബ്ബ് ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ പ്രതിസന്ധികൾ അല്ലാഹു പരിഹരിക്കുമാറാവട്ടെ. കുഞ്ഞുമക്കൾക്ക് അല്ലാഹു സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.